ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പരയിൽ നിരവധി തെളിവുകൾ ലഭിച്ചിരിക്കുകയാണ്. ഇതിൽ കേസ് അന്വേഷണത്തിൽ SITക്ക് പ്രത്യേക അധികാരം. പ്രത്യേക അന്വേഷണ സംഘത്തിന് പോലീസ് സ്റ്റേഷൻ പദവി നൽകി ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കി. വിചാരണ വേളയിൽ നിയമക്കുരുക്ക് ഒഴിവാക്കാനാണ് നിർണായക തീരുമാനം. അതേസമയം ധർമ്മസ്ഥലയിൽ മാർക്ക് ചെയ്ത പോയിന്റ് 13-ൽ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ച് വിശദമായി പരിശോധിക്കാനാണ് SITയുടെ തീരുമാനം. KV ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൈജു, എന്തൊക്കെയാണ് കൂടുതലായി ലഭിക്കുന്ന വിവരങ്ങൾ? ഇന്നും ഇത്തരത്തിലുള്ള പരിശോധന നടക്കാൻ സാധ്യതയുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും അനുസരി, ഇതിൽ നിർണായകമായൊരു തീരുമാനമാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് പുറത്തുവിട്ടിട്ടുള്ളത്. അതായത് ഈ കേസ് അന്വേഷിക്കുന്ന SITക്ക് പ്രത്യേക അധികാരം നൽകിയിരിക്കുന്നു. അതായത് ഒരു പോലീസ് സ്റ്റേഷൻ പദവി നൽകി ഉത്തരവിറങ്ങിയിരിക്കുന്നു. ഈ വിചാരണ വേളയിലൊക്കെ ഇതിൽ വലിയ തോതിലുള്ള നിയമക്കുരുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരം നിയമക്കുരുക്ക് ഒഴിവാക്കാനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. എന്തായാലും SITയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ തെളിവുകൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇങ്ങനെ ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതുമാത്രമല്ല, നിലവിലെ ഈ അന്വേഷണ പുരോഗതി സംബന്ധിച്ച റിപ്പോർട്ട് SIT ആഭ്യന്തര വകുപ്പിന് കൈമാറിയിട്ടുമുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പോലീസ് സ്റ്റേഷനായി പ്രവർത്തിക്കുന്നത്. ഈ SITക്ക് നൽകുന്ന പരാതി അത് സാധാ മറ്റേ പോലീസ് സ്റ്റേഷനുകളിലേക്ക് റീഡയറക്ട് ചെയ്യുന്ന ഒരു സംവിധാനമായിരിക്കും ഇനി ഉണ്ടാവുക. അത് ഈ പരാതി നൽകുന്നവർക്കും ഒരു പക്ഷേ അവരുടെ സ്റ്റേഷൻ പരിധികളിൽ തന്നെ പരാതി നൽകുന്ന സംവിധാനത്തിലേക്ക് എത്തും. പിന്നീടായിരിക്കും ആ കേസ് SITയുടെ ഈ ഒരു പരിധിയിലേക്ക് വരിക. അങ്ങനെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അനുസരിച്ച് ചോദിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് 13-ാം പോയിന്റിലെ പരിശോധനയാണ്. കഴിഞ്ഞ 3 ദിവസമായി സസ്പെൻസ് തുടരുന്ന 13-ാം പോയിന്റിൽ ഇന്ന് പരിശോധന ഉണ്ടാകുമോ? അത് തന്നെയാണ് ഏറ്റവും വലിയ ചോദ്യം ധർമ്മസ്ഥലയിൽ നിന്നും വരുന്നത്. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം ഇന്ന് എത്തും എന്നാണ് കഴിഞ്ഞ ദിവസം അറിയിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ച് അവിടെ ഏതൊക്കെ ഭാഗങ്ങളിൽ മൃതദേഹാംശങ്ങളുണ്ടോ അതെല്ലാം കൃത്യമായി കണ്ടെത്തും. അതിനുശേഷമായിരിക്കും അവിടെ കുറിച്ച് പരിശോധിക്കുക. ഇന്നലെ SITയുടെ നീക്കവും വളരെ സുപ്രധാനമാണ്. വീണ്ടും ഒരു സർപ്രൈസ് സ്പോട്ട് അവിടെ പരിശോധന നടത്തുന്നു. ആ പരിശോധനയിൽ എന്തൊക്കെ വസ്തുക്കൾ കിട്ടിയിട്ടുണ്ട് അതൊന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. SITയുടെ ഭാഗത്തു നിന്നും പുറത്തുവിട്ടിട്ടില്ല. ഏതായാലും അതും വളരെ പ്രധാനമാണ്. നിലവിൽ ലഭിച്ചിരിക്കുന്ന അസ്ഥികൂടങ്ങളും അസ്ഥികളും തലയോട്ടികളും ഒക്കെ ഇപ്പോൾ ബംഗളൂരുവിലെ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ഥിരീകരണം SITയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുണ്ട്. നിലവിൽ ലഭിച്ചിട്ടുള്ള മുഴുവൻ വസ്തുക്കളും ഇത്തരത്തിൽ പരിശോധനക്കായി അയച്ചിട്ടുണ്ട്. അത് സ്ത്രീയുടേതാണോ പുരുഷന്റേതാണോ എന്ന ഒരു നിഗമനത്തിൽ എത്തിയിട്ടില്ല, സ്ഥിരീകരണത്തിൽ എത്തിയിട്ടില്ല. അതൊക്കെ ഇനി ഈ ഒരു പരിശോധനയിലായിരിക്കും അറിയുക. വളരെ നിർണായകമായ പരിശോധന അടുത്ത ആഴ്ചയോടുകൂടി ലഭിക്കുമെന്നാണ് SIT വൃത്തങ്ങൾ പങ്കുവെക്കുന്ന വിവരം. എന്തായാലും ഇന്നത്തെ പരിശോധന 13-ലായിരിക്കുമോ എന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനം. അത് 11-ഓടുകൂടി മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കൂ. ഈ സംഘം 11-ഓടുകൂടിയാണ് ഇത്തരത്തിൽ ഈ ശുചീകരണ തൊഴിലാളിക്കും ഒപ്പം ഇവിടെ എത്താറുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു സാക്ഷി കൂടി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. 5 മൃതദേഹങ്ങൾ ഇത്തരത്തിൽ കുഴിച്ചിട്ടത് കണ്ടു എന്ന് പറയുന്ന ഒരു സാക്ഷിയാണ്. അത് ഇന്നലെയാണ് ധർമ്മസ്ഥല പോലീസിൽ ഇത് സംബന്ധിച്ച കേസ് എടുത്തിട്ടുള്ളത്. ഇയാളുടെ പരാതിയിൽ ഇനി ഇയാളുടെ മൊഴിയിലും ഈ സ്ഥലം കുഴിച്ച് പരിശോധന നടത്തുമോ? ഇയാൾ ഇത്തരത്തിൽ മൃതദേഹം കുഴിച്ചിട്ടത് കണ്ടു എന്ന് പറയുന്നുണ്ട്. ആ സ്ഥലം കുഴിച്ച് പരിശോധന SIT നടത്തുമോ? ഏതായാലും അത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് SITക്ക് ഇനി കൈമാറും. SIT സംബന്ധിച്ച അന്വേഷണം നടത്തുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതിനു മുമ്പ് ഭീമ ചൂണ്ടിക്കാട്ടിയ സ്ഥലങ്ങൾ അത് എല്ലാം പരിശോധിക്കുമെന്നാണ് SIT പറയുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ കൂടുതൽ തെളിവ് ലഭിച്ചിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ഈ SITക്ക് ഫലത്തിൽ ഒരു പോലീസ് സ്റ്റേഷനായി മാറുന്നു എന്നത്. ആ ഒരു പ്രഖ്യാപനം ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കിയ ആ സംഭവം ഇന്നത്തെ പരിശോധന വളരെ പ്രധാനമാണ്. ഏതായാലും 11-ഓടുകൂടി മാത്രമേ നമുക്ക് അതിലൊരു സ്ഥിരീകരണം ഉണ്ടാകൂ. അനുസരി ബൈജു, മറ്റൊരു സാക്ഷി കൂടി മുന്നിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ പരിശോധന നടക്കുന്ന ഇടത്തല്ലാതെ മറ്റിടങ്ങളിലും മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്ന് വേണോ കരുതാൻ? അങ്ങനെയാണ് ഇപ്പോൾ സാക്ഷി വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതായത് 5 സ്ഥലങ്ങളിൽ ഉണ്ട് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ട് തനിക്കറിയാം എന്ന് പറഞ്ഞ ഒരു സാക്ഷി ഭീമയ്ക്ക് പിന്നാലെ മറ്റൊരു സാക്ഷി എത്തിയിരിക്കുന്നു. ജയൻ എന്നാണ് സാങ്കല്പികമായ പേര് പറയുന്നത്. കാരണം ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നില്ല ആ സാക്ഷിയുടേതും. വലിയ തോതിലുള്ള ഇത്തരത്തിലുള്ള ജീവന് ഭീഷണിയുണ്ട്. ഇവിടെ ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തുന്നവർക്കും മാധ്യമപ്രവർത്തനം നടത്തുന്നവർക്കും ഒക്കെ വലിയ തോതിലുള്ള ജീവന് ഭീഷണിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾ ഏതായാലും വെളിപ്പെടുത്തുന്നില്ല, ആരാണെന്നുള്ള വെളിപ്പെടുത്താൻ ഇപ്പൊ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ കൃത്യമായ മൊഴി നൽകിയിട്ടുണ്ട്. വളരെ വിശ്വാസ യോഗ്യമായ രീതിയിലുള്ള മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാളുടെ പരാതിയും ഇയാളുടെ ഈ ഒരു വെളിപ്പെടുത്തലും വളരെ ഗൗരവമായി തന്നെ SIT അന്വേഷിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഭീമയ്ക്ക് പിന്നാലെ തന്നെ ജയൻ എന്ന ഒരു സാക്ഷി കൂടി ഇപ്പോൾ ധർമ്മസ്ഥലയിൽ എത്തിയിരിക്കുന്നു.
വരുന്നു. കൂടുതൽ സാക്ഷികൾ പുറത്തു വരുന്ന ഒരു സാഹചര്യം. SITയുടെ പരിശോധനയാണെങ്കിൽ വളരെ കൃത്യമായി ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ച് ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി എല്ലാം റിപ്പോർട്ടായി ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നു. ലഭിച്ചിരിക്കുന്ന വസ്തുക്കൾ, തലയോട്ടി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ, മനുഷ്യന്റെ വസ്തുക്കൾ, അതെല്ലാം ഫോറൻസിക് ലാബിലേക്ക് അയച്ചിരിക്കുന്നു. അത്തരം പ്രവർത്തികളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇന്നത്തെ പരിശോധന അത് വളരെ സുപ്രധാനമാണ്. ഇനി 13ാം പോയിന്റ് ഇത്തരത്തിൽ പരിശോധന നടത്തും. അതല്ല കുഴിച്ച് തന്നെ ഈ 13ാം പോയിന്റിലെ പരിശോധന ഇന്ന് ഉണ്ടാകുമോ? ഏതായാലും ഞായറാഴ്ചകളിൽ പരിശോധന കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല. നാളെ പരിശോധന ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് പരമാവധി സമയം നേരത്തെ എത്തി ഇന്ന് പരിശോധന നടത്താനായിരിക്കും SIT ആലോചിക്കുക. നാളെ പ്രത്യേകിച്ച് കൂടിയാലോചനകളാണ്. ഇനി ഏത് രീതിയിൽ മുന്നോട്ട് പോകണം SITക്ക് എന്ന് സംബന്ധിച്ചൊക്കെയുള്ള കൂടിയാലോചനകളാണ് ഞായറാഴ്ച ഉണ്ടാകാറുള്ളത്. ഇന്ന് ഒരു 11:30 കൂടി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നേത്രാവതി പുഴയുടെ തീരത്ത് സ്നാനഘട്ടിക്ക് സമീപമാണ് ഈ 13ാം പോയിന്റ്. ആദ്യഘട്ടത്തിൽ അടയാളപ്പെടുത്തിയ പോയിന്റിൽ ഏറ്റവും അവസാനത്തേത് 1 മുതൽ 13, 12 വരെയുള്ള പരിശോധന പൂർത്തിയായി. അതുകൂടാതെ 11A എന്ന പുതിയൊരു ഇടം, മറ്റൊന്ന് ഇന്നലെ ഒരു സർപ്രൈസ് സ്പോട്ട്, ഇത്രയും സ്ഥലങ്ങളാണ് പരിശോധിച്ചിട്ടുള്ളത്. അതായത് 14 ഇടങ്ങളിൽ ഇപ്പോൾ പരിശോധിച്ചിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട 14ഉം 15ഉം നേരത്തെ അടയാളപ്പെടുത്തിയ സ്ഥലങ്ങളുണ്ട്. അത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ്. ആ സ്ഥലങ്ങളിലും കോടതി ഉത്തരവോടുകൂടി പരിശോധിക്കുമെന്നാണ് SIT അറിയിച്ചിട്ടുള്ളത്. ആ ഉത്തരവ്, കോടതി ഉത്തരവ് ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി 13 ഒഴിവാക്കി 14 എന്ന് പറയുന്ന സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തേക്ക് SIT പോകുമോ? അതെല്ലാം നിർണായകമാണ്. എന്തായാലും ഒരു 11 മണിയോട് കാത്തിരിക്കേണ്ടി വരും. 10 മണിയോട് കൂടിയാണ് ഈ ഭീമ ശുചീകരണ തൊഴിലാളി ഇത്തരത്തിൽ SIT ഓഫീസിൽ എത്താറുള്ളത്, ബെൽത്തങ്ങാടിയുടെ. പിന്നീട് അരമണിക്കൂർ കൂടി കാഴ്ച നടത്തി അതിനുശേഷമാണ് ഈ തെളിവെടുപ്പിനായി എത്തുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നത്. ഇന്ന് ഏത് സർപ്രൈസ് സ്പോട്ടിൽ പരിശോധന നടത്തും, 13ൽ പരിശോധന നടത്തുമോ, അത് തന്നെയാണ് കാത്തിരിക്കുന്നത്. അനുശ്രീ. ശരി, ധർമ്മസ്ഥല കൊലപാതക പരമ്പര കേസ് അന്വേഷണത്തിൽ SITക്ക് പ്രത്യേക അധികാരം നൽകിയെന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. അതേപോലെ തന്നെ മറ്റൊരു സാക്ഷിയും പുറത്തു വന്നിരിക്കുകയാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്.